ഇപ്പം നമ്മൾ വന്നു വയ്ക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ രാജകുമാരിയാണേ. നമുക്ക് താഴെ അവിടുന്ന് ഒരു വഴിയുണ്ട്, ആ വഴി കൂടെയാണ് പോകേണ്ടത്. അങ്ങോട്ട് പോകുമ്പോൾ ആ വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുപോകാം. ഇത് ആവണക്കച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമാണേ. നമ്മൾ രാജകുമാരിയിൽ നിന്ന് ഈ ചെമ്മണ്ണാർ സേനാപതി റോഡിലേക്ക് വരും. ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഇവിടെ നേരെ കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് സേനാപതി ഭാഗത്തേക്ക് പോകാം. ഇവിടെ ഒരു പുഴയൊക്കെ ഉണ്ടേ, ചെറിയൊരു പാലവും, നല്ല ഭംഗിയുള്ള സ്ഥലം. ഈ വേനൽക്കാലമായിട്ട് ഈ പുഴയിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ടേ. ഇവിടെയൊക്കെ ബോഗൺവില്ല പൂത്ത് നിൽക്കുന്നുണ്ടോ, എന്താ ഭംഗിയല്ലേ. ഈ മേഖലയെല്ലാം മൊത്തത്തിൽ വേലക്കാടാണേ. ഇങ്ങോട്ടേലും വേലക്കാട് കൂടി വരും. ഈ വഴിയെല്ലാം ഉണ്ടോ, നല്ല അടിപൊളി റോഡുകളാണ് ഇവിടെ എല്ലാം പണിതേക്കുന്നത്. സേനാപതി ചെന്നിട്ട് നമുക്ക് പൂപ്പാറയ്ക്കൊക്കെ കയറി പോകുന്ന റോഡുണ്ട്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും നല്ല റോഡുകളുള്ളത് കൂടുതലും ഈ ഉടുമ്പൻചോല പഞ്ചായത്തിലും രായക്കാടും രാജകുമാരിയും അങ്ങനെയുള്ള മേഖലയൊക്കെയാണ്. പിന്നെ മൂന്നാർ. റോഡൊക്കെ നന്നാക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കും വാട്ടർ അതോറിറ്റി വന്നിട്ട് റോഡിന്റെ സൈഡ് മൊത്തം മാന്ന് കേട്ടോ, റോഡെല്ലാം വൃത്തികേടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇവര് പൈപ്പ് ഇടുന്ന മാർച്ച് മാസത്തേക്ക് ബില്ല് മാറിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തോടെ വെള്ളം വരുമെന്നൊന്നും തോന്നില്ല. അങ്ങനെ കുറച്ച് ദൂരോടെ പോയാൽ സേനാപതി എത്തുവേ. കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നപ്പോൾ ഇവിടെ മനോഹരമായ ഒരു ഗ്രാമപശ്ചാത്തലത്തിൽ ഒരു അമ്പലം കണ്ടേ, സേനാപതിയിലെ ഒരു അമ്പലം. എന്ത് ഭംഗിയുള്ള ഒരു ഗ്രാമം അല്ലേ. വീടുകളും നല്ല നീലാകാശവും പച്ചപ്പ് മാത്രം കുറഞ്ഞു പോയി, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ബോഗൺവില്ലയുടെ ഒരു സമയമാണേ. എവിടെ നോക്കിയാലും ബോഗൺവില്ല ഇങ്ങനെ പൂത്ത് വയ്ക്കുന്നതാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സ്കൂളൊക്കെ കാണാവേ. മാർബേസിൽ സ്കൂളാണ് സേനാപതി. സേനാപതിയിലെ ഹൈസ്കൂളാണ് മാർബേസിൽ VHS. ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള സ്കൂളാണ്. ഇവിടെ വളരെ മനോഹരമായൊരു ക്രിസ്ത്യൻ ദേവാലയം കാണാം. സെൻറ്റ് പോളികാർപ്പ് ജ്ഞാനായ ചർച്ച് കണ്ടോ. ആ നീലാകാശത്തിനിടയ്ക്ക് പള്ളി ഇരിക്കുന്നു നോക്കി. ആ ഒരു വീട്ടിൽ സോളാറൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, പാനലും എല്ലാം അവരുടെ കറണ്ടിന് ആവശ്യത്തിനുള്ള. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എത്ര നല്ലതല്ലേ. ഈ കാണുന്ന കണ്ടോ ഒരു മരം ഇങ്ങനെ പൂത്ത റോഡിലേക്ക് ഇറങ്ങി കിടക്കുന്നത്, നല്ല മഞ്ഞപ്പൂക്കൾ. സേനാപതിയിലെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയമാണിത്, അതായത് പഞ്ചായത്ത് ഓഫീസ്. തൊട്ട് താഴെയായിട്ട് കാണുന്നത് സേനാപതി സിറ്റിയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് വഴി തിരിഞ്ഞു വേണം പോകാൻ. ഇവിടെ നമുക്ക് വഴി തിരിയുന്നുണ്ട്. ശാന്തമ്പാറയൊക്കെ ഇടത്തോട്ട്, പൂപ്പാറ ഇടത്തോട്ട്, ഉടുമ്പൻചോല വലത്തോട്ട്. അപ്പം നമുക്ക് വലത്തോട്ട് വേണം പോകാൻ. കടയിൽ ബോണ്ട, പരിപ്പോട, ഉള്ളിവട, പത്തിരി, കേക്ക്, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. സേനാപതി സിറ്റിയാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്കി, നല്ല അടിപൊളി ഒരു ചെറിയ സിറ്റി അല്ലേ. ഇപ്പം നമ്മളെ ഇടുക്കി ജില്ലയിലുള്ള രാജകുമാരിക്കും പൂപ്പാറയ്ക്കൊക്കെ അടുത്തുള്ള സേനാപതി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. നമ്മളത് രാജകുമാരിയിൽ നിന്ന് തുടങ്ങുന്നൊരു വ്ളോഗായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിന്ന് കയറിയതാണ് ഇവിടുന്ന്, ചെറുതായിട്ട് നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന റോഡ് നമ്മളിപ്പോൾ ഉടുമ്പൻചോല പോകുന്ന വഴിക്കാണ് നിൽക്കുന്നത് സേനാപതിയിൽ. ആ വഴിക്ക് പോയി ആ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് അല്ലേ അങ്ങ് പോവാം. എന്നാൽ പോയാലോ. സേനാപതിയിൽ നിന്ന് നമ്മൾ ഉടുമ്പൻചോല പോകുന്ന വഴിക്കുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. എന്ത് ഭംഗിയുള്ളൊരു കാഴ്ചയല്ലേ. ഇവിടെയൊക്കെ കുറേ കണ്ടം പോലെയൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളാണേ. പക്ഷേ എന്തോ ഇവിടെ ഒന്നും അവർ വലിയ കൃഷിയൊന്നുമില്ല. അതിലും കുറച്ച് വാഴയൊക്കെ ഉള്ളൂ. പക്ഷേ ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ. ഇനി അങ്ങോട്ട് കുറേ ഏലക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വേണം നമുക്ക് പോകാനേ. വൈറ്റ് സൈഡിലൊക്കെ ഒത്തിരി നല്ല വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇനി കുറേ വളവുകളും കയറ്റങ്ങളും ഒക്കെയാണ് വഴിക്ക്. നമ്മൾ താഴെ നിന്ന് കയറി വന്നപ്പം അഞ്ചുമുക്കെന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തിയേ. ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്. പഴയ കെട്ടിടമാണെങ്കിലും കാണാൻ ഒത്തിരി ഭംഗിയാണ്. അവിടെ ഒരു കെട്ടിടമുണ്ട്. ഇങ്ങോട്ടൊരു വഴിയൊക്കെ പോകണ്ട, നമ്മൾ ഇങ്ങോട്ട് പോകണ്ട, നേരെ താഴോട്ടുള്ള വഴിക്ക് പോകാം. ഇനി താഴോട്ടുള്ള വഴി ഇങ്ങനെയുള്ള റോഡാണ് കേട്ടോ. നല്ല ഇറക്കമാണ്, മാത്രമല്ല നല്ല ഏലക്കാട്ടിൽ കൂടെ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഏലക്കാട്ടിൽ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. വീണ്ടും നമ്മളൊരു ജംഗ്ഷനിലോട്ട് എത്തിയേ.
അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്, അതെങ്ങോട്ടാണെന്നറിയില്ല. പക്ഷെ നമുക്ക് പോകേണ്ട വഴി ഇതാ ഈ മുന്നിൽ കാണുന്ന ഈ വഴിക്കാണ്. മുകളിലേക്ക് നല്ല കയറ്റമാണ് കേട്ടോ. ഏലക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഈ റോഡ് എവിടെ ചെന്ന് ചേരുന്നതെന്ന് നോക്കാം. ഇവിടെ വട്ടപ്പാറ എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലോട്ട് നമ്മൾ എത്തി കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് പോകാനായിട്ട് ഇടത്തോട്ടാണെന്നാണ് തോന്നുന്നത്. വലത്തോട്ടുള്ള വഴി ചെമ്മണ്ണാറിനാന്ന് തോന്നുന്നു. വട്ടപ്പാറ ജംഗ്ഷൻ ഒന്ന് കണ്ടാലോ, നല്ലൊരു ഫ്രെയിമല്ലേ ഇവിടെ. നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണ്. ഈ ഒരു വട്ടപ്പാറ ജംഗ്ഷൻ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. നമുക്ക് പോകേണ്ട വഴിതോ ആ വഴിക്കാണ്. പറഞ്ഞില്ല, ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ആ മരവും ആ ഒരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയും ഒക്കെ ആയിട്ട്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മാലിന്യം നിക്ഷേപിക്കരുത്. പക്ഷേ അങ്ങനെ വെക്കുന്ന ബോർഡിൻ്റെ അടുത്താണ് കൂടുതലും. ഈ ഒരു ഭാഗം കണ്ടോ, അങ്ങ് മുകളിലൊരു പള്ളിയൊക്കെ ഉണ്ടേ. ഇത്തിരി രസമുണ്ടല്ലോ ഇവിടെ കാണാൻ. അപ്പം നമുക്കിനി പോകേണ്ടതാ ഈ വഴിക്കൂടെ അങ്ങനെ അങ്ങ് പോവാം, ഏലക്കാട്ടിൽ കൂടെ. ഇതിലെ ബസ് റൂട്ട് ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. അതോ ഇനി രാവിലെ വൈകിട്ടൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല ഫ്രെയിമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. കുറേ പൂക്കളിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ. ഇവിടെ ഈ ഒരു കരണമരം നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കുകയാണേ. അതിൻ്റെ പൂ മേത്ത് വീണാൽ ചൊറിയാൻ തുടങ്ങും. പിന്നെ നല്ലൊരു പാറമടയൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ നിർത്തിയേക്കുവാ. അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി, നല്ല ഇറക്കമായിരുന്നേ. ആ ഇറക്കമൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു സ്ഥലത്തെത്തി. മേലെ ചെമ്മണ്ണാർ എന്ന് പറഞ്ഞ സ്ഥലമാണേ. ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. നമുക്ക് പോകേണ്ടത് ദോ വഴിക്കാണേ. മേലെ ചെമ്മണ്ണാർ കവലയാണ് ഇത് കേട്ടോ. ആ വഴിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഉടുമ്പൻചോല ചെല്ലാം. ഇടുക്കി ജില്ലയിലെ അധികം കണ്ടവും വയലൊന്നുമില്ലേ. പക്ഷെ കൃഷി ചെയ്തില്ലെങ്കിലും ഉള്ള സ്ഥലങ്ങൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇങ്ങോട്ട് നോക്കി, ഈ കാണുന്നത് ഈ ഒരു കുറച്ച് ഭാഗമുള്ള ഇങ്ങനൊരു മേഖലയായിട്ട് നമ്മൾ കാണുന്നത് വരുന്ന വഴിക്ക്. അത് അപ്പുറത്തോട്ടും അതെ കേട്ടോ. അപ്പുറത്തോട്ട് കുറേ എന്തൊക്കെ കൃഷികളൊക്കെ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒരു വെള്ളച്ചാൽ ഇങ്ങനെ ഒഴുകി പോകുന്ന നമുക്ക് കാണാം. മനോഹരമായൊരു കാഴ്ച. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഉടുമ്പൻചോല പഞ്ചായത്താണേ. സേനാപതി ഗ്രാമപഞ്ചായത്ത് ഇവിടം വരെ ഉള്ളൂ. ആ ചെറിയൊരു കൈത്തോട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ആരംഭിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഇത് താഴോട്ട് ഒഴുകി പോകുന്നത്. കൊള്ളാം. അവിടെ ഒരു വീടൊക്കെ കാണാം. ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ല. ഇവിടെ നന്ദി ഉടുമ്പൻചോല പഞ്ചായത്ത് നേരിട്ടുണ്ട്. പക്ഷേ ഞാൻ തിരിഞ്ഞിങ്ങോട്ട് വരാനുള്ള കാരണം അറിയോ, ഈ ഒരു ഭാഗത്തെ നമ്മൾ കറക്റ്റായിട്ടൊരു വിഷ്വൽസ് കിട്ടിയില്ലെന്ന് എനിക്ക് തോന്നി. അത് കിട്ടണമെങ്കിൽ പൂർണ്ണമാണെങ്കിൽ എന്ത് കിട്ടണം അറിയോ, ഇതൊക്കെ കിട്ടണം. ഈ പുഴയൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വന്ന് കൂടി യോജിച്ചിങ്ങനെ ഇവിടെ ഒക്കെ നനയിച്ചുകൊണ്ട് ഒഴുകി പോകുന്നുണ്ടോ. ആ ഒരു മലങ്കെട്ട് കണ്ടോ, അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നതേ, സേനാപതിയിൽ നിന്നും. ഇനി നമുക്കിങ്ങനെ പോകാം. ഒന്ന് മഴ പെയ്യുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ചെറുതായിട്ട് മഴ തുള്ളി വീഴുന്ന പോലെ. ഇനി കുറച്ച് നല്ല കയറ്റമൊക്കെയാണേ വഴിയെ. കയറ്റവും നല്ല വളവുകളൊക്കെ വരുന്നുണ്ട്. ഈ പാറയുടെ ഒക്കെ ഇടയ്ക്കൂടെ വഴി പോകുന്നതേ. പാറ, മൺതിട്ട, ഈ വഴി പുതിയതായിട്ട് വെട്ടി ഉണ്ടാക്കുക. ആദ്യം ഒരു ചെറിയ വഴിയായിരുന്നു. നമ്മൾ വന്ന വഴിയുടെ ഒരു പേര് എഴുതി വെച്ചിരിക്കുന്ന മുരിക്കിൻതൊട്ടി വട്ടപ്പാറ ഉടുമ്പൻചോല റോഡാണ്. ആ വഴിക്കാണ് നമ്മൾ കയറി വന്നു കേട്ടോ. ഇവിടെ നിന്നൊക്കെ നോക്കി താഴോട്ടുള്ള കാഴ്ചകളൊക്കെ, ആ മരമൊക്കെ ഉണങ്ങിയിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് നല്ല മലനിരകളൊക്കെ. നമ്മൾ കയറി വന്ന ആ ഒരു റോഡ് താഴേന്ന്. ഇനിയിപ്പോൾ നമുക്ക് മുകളിലേക്കാണ് പോകണ്ട കേട്ടോ. മുകളിലേക്ക് പോയാൽ ഉടുമ്പൻചോല, താഴേക്ക് പോയാൽ ചെമ്മണ്ണാട്ടിലേക്ക്. ഈ റോഡിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആയി. ഇവിടെ ഒരു കടയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. തട്ടൊക്കെ അടിച്ചിട്ടൊക്കെ നോക്കി. ഇനി ഉടുമ്പൻചോല വരെ 2 കിലോമീറ്റർ മിച്ചമുണ്ട്, 2,800. നമുക്കൊരു ഭയങ്കര പറ്റിയേ. നമ്മളെ ഇപ്പോൾ വന്നത് ചെമ്മണ്ണാർ റൂട്ടിലേക്കാണ് തിരിച്ചു വന്നത്. ഇത് സിദ്ധമ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ ഈ വന്ന വഴിക്ക് തന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. അതിലേ നമുക്ക് വേണമെങ്കിൽ ഉടുമ്പൻചോല കയറി പോകാം, ഈ കാട്ടിനകത്തോടെ. പക്ഷേ അപ്പുറത്തോടുള്ള ഭാഗമാണ് നല്ലത്, കുറച്ചുകൂടെ കാഴ്ചകൾ കിട്ടും. ഇപ്പം 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഉടുമ്പൻചോലയ്ക്ക്. അപ്പുറത്തെ വഴിക്ക് പോയപ്പോൾ വഴി തെറ്റിപ്പോയായിരുന്നു. ഈ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 കൊല്ലം ആവുന്ന, 2 കൊല്ലമായി. ഈ
ഈ വഴിക്ക് ഇറങ്ങിപ്പോയാലേ മൂന്നാറിനൊക്കെ പോയി എളുപ്പമാണേ. ഉടുമ്പൻചോലയിൽ ചെമ്മണ്ണാറ്, രാജാക്കാട്, രാജകുമാരി വഴി അങ്ങനെ പോവാം. അങ്ങനെ നമുക്ക് മൂന്നാറേക്ക് പോകാനുള്ളൊരു എളുപ്പവഴി. അല്ലെങ്കിൽ പൂപ്പാറയൊക്കെ ചെന്നിട്ട് ഗ്യാപ്പ് റോഡ് വഴിയൊക്കെ കയറി വേണം പോയത്. പക്ഷെ ഇപ്പം ഗ്യാപ്പ് റോഡ് വഴി ആൾക്കാർ കൂടുതൽ പോകുന്നത്. മറ്റേ ഡബിൾ ഡെക്കർ ബസ് വന്നാൽ പിന്നെ ഡബിൾ ഡെക്കർ ഒന്ന് കാണാൻ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പറ്റിയില്ല. എങ്ങനെയും പോകണം. ഈ ഭാഗത്ത് എന്തായാലും ഇന്ന് മഴ പെയ്യും തോന്നുന്നു കേട്ടോ. മഴക്കാറ് നന്നായിട്ടുണ്ടല്ലോ. നമ്മുടെ അങ്ങോട്ടൊക്കെ പെയ്യുമായിരുന്നു വെച്ചാൽ നല്ലതായിരുന്നു, തണുപ്പായാലും കിട്ടിയാനെ. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഗണപതി അമ്പലമുണ്ട് ഉടുമ്പൻചോലയ്ക്കടുത്തേ. അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഒരു നല്ല വ്യൂ പോയിൻ്റാണ്. നമുക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാം. അങ്ങോട്ട് നല്ല കാറ്റാണ് ഇവിടെ വന്നപ്പോളേ. ഇവിടുത്തെ അങ്ങോട്ടേക്ക് നല്ല ഒരു കാഴ്ചകളൊക്കെ കിട്ടുന്ന ആൾക്കട്ടോ. കുറേ മരങ്ങളും അപ്പുറത്ത് മലനിരകളും ഒക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് കാഴ്ച ഇവിടുന്ന് കിട്ടുമേ, ഈ ഗണപതി അമ്പലത്തിൻ്റെ. ഈ ഭാഗത്തെ തമിഴ്നാട് ശൈലിയിലുള്ളൊരു അമ്പലമൊക്കെ കാണാവേ. ഇവിടെ തമിഴ്നാട്ടുകാരായ ആൾക്കാരാണ് കൂടുതൽ താമസക്കാർ. ഉടുമ്പൻചോല സ്മാർട്ട് വില്ലേജ് ഓഫീസ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഉടുമ്പൻചോല ടൗണിലേക്ക് എത്തിയേ. മൂന്നാറിന് ഇടത്ത് വശത്തേക്ക്, നെടുങ്കണ്ടം വലത്ത് വശത്തേക്ക്, പൂപ്പാറ ഇടത്ത് വശത്തേക്ക്. ഉടുമ്പൻചോല ടൗൺ കാഴ്ചകൾ. ഇവിടെ ടൗണിന് നടുക്ക് തന്നെ ഒരമ്പലം ഇവിടെ ഉണ്ട്. അവിടെ ഒരു ചെറിയ അമ്പലമുണ്ട്. മഴ ഇപ്പോൾ പെയ്യോ? ഇവിടെ എവിടെയെങ്കിലും കയറി നിൽക്കേണ്ടി വരുമോ? ഉടുമ്പൻചോല ടൗണിൻ്റെ കാഴ്ചകൾ കണ്ടു. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടമാണ് അതൊക്കെ. ആ വഴിക്ക് പോയാൽ നമുക്ക് മുണ്ടിയരുമ ആ ഭാഗത്തേക്ക് ചെല്ലാം. തൂക്കുവാലമൊക്കെ. നെടുങ്കണ്ടം റൂട്ടിലേക്ക് അതാണ് വഴി. കുറച്ച് യാത്ര ചെയ്ത് മടുത്തപ്പോളേ ഒരു കാപ്പി ഒരു പരിപ്പുവടയും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടി കയറിയിരിക്കുക. അപ്പോഴിപ്പോഴും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടേ. നെടുങ്കണ്ടത്തിനുള്ളൊരു ബസ് അവിടെ വന്ന് കിടപ്പുണ്ട്. നമുക്ക് നെടുങ്കണ്ടം റൂട്ടിൽ ആ റൂട്ടിൽ തന്നെ പോകാം. മഴ പെയ്ത ഇപ്പുറത്തെ റൂട്ടിൽ പോക്ക് അത്ര സുഖമില്ല. ഇതാണ് മയിലാടുംപാറ വേളാങ്കണ്ണി മാതാ പള്ളിയെ. ഇവിടെ ഈ 8 നോയമ്പിൻ്റെ സമയത്തൊക്കെ, പിന്നെ ഈ യാത്രക്കാരുടെ ഒരു പള്ളിയും കൂടെ ഇത്. വരുന്ന ആൾക്കാരിൽ ഇവിടെ എല്ലാം കയറി പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് അങ്ങനെ പോകാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗ്രാമക്കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെയുള്ളേ. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.